സുഹൃത്തുക്കളെ, അതാ നമ്മളെ അടുത്ത് വീണ്ടും ഒരു കീരിയനായിട്ട് എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടോളി. ഇത് ഞാൻ വളർത്തുന്നതോ അല്ലാതെ എന്നെ സപ്പോർട്ട് ഇതൊന്നുമല്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വളർത്തുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നോക്കിക്കോളി, ശരിക്കും വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്താൻ നിങ്ങൾക്ക് വിലപ്പെട്ട അഭിപ്രായം അറിയിക്കട്ടോ. ഒരു ജീവനല്ലേ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഇതിനൊക്കെ നമ്മളെ കൊണ്ട് നമ്മളെ പള്ളിൻ്റെ മദർസിൻ്റെ ഒക്കെ എടുത്തിട്ടോ അവിടെ ഉള്ളത്. ഒരു പേർക്കാർ വിളിച്ചാണ് പോയോക്കട്ടെ. ഇതിപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയാലേ സാധനം വീണ്ടും കീരി തന്നെയാണ്. ഇതിൽ ആരാ അടി ഒടുങ്ങിയത്? എന്താ ചെയ്തോ? കുറച്ച് ദിവസമായി അതിങ്ങനെ കുട്ടികളൊക്കെ പറഞ്ഞു കുറച്ച് ദിവസമായാലും ഇവിടെ റോട്ടുമലും അവിടെ ഇവിടെ ഒക്കെ അന്ന് ആദ്യം ഞാൻ വലയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ വീണ്ടും കീരി തന്നെ കേട്ടോ, കീരി തന്നെയാണ്. അപ്പൊ എന്താ അറിയില്ല, കീരിക്ക് ഈ സമയത്ത് ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടോന്നുള്ള അറിയില്ല. ഞാനും ഇതിനടക്കം ഒന്ന് നമ്മൾ ഇതിന് മുന്നേ വീടിട്ടീന്. രണ്ടാമത് കീരിക്ക് എന്തോ പറ്റിയിട്ട് വന്നിട്ടുണ്ട്. അല്ല നമ്മള് വളർത്തുന്ന കീരിയൊന്നുമല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ കുട്ടികള് പെരക്കാർ കണ്ടിട്ട് വിളിച്ചതാണ്, അങ്ങനെ വന്നതാണ്. ജസ്റ്റ് നമ്മളേതായാലും പെട്ടിയിലാക്കിയിട്ടുണ്ട്. നമ്മൾ കൊണ്ടുപോക്കല്ലേ, ജസ്റ്റ് ഒന്ന് കൊണ്ടുപോക്കുക. ഏത് ജീവനല്ലേ? വേറെ എവിടെയും മുറിയൊന്നുമില്ലല്ലോ? ഇല്ല, ഒന്നും കാണുന്നില്ല. ഇനിയിപ്പം അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലേ അറിയുള്ളൂ. ഇത് നോക്കിയിട്ട് അതുകൊണ്ടൊരു പെറ്റ് എന്നാൽ ആ കയറി തന്നെ പിടിക്കുകയും ചെയ്യാം. കൊണ്ടുപോയി വെക്കുന്ന ആളുണ്ടല്ലേ അറിയില്ല. പക്ഷെ അന്ന് ഞാനൊരു ഞായറാഴ്ച ഇതേപോലെ ഒരു ഇതുണ്ടായിരുന്നു. വെള്ളിയാഴ്ച അല്ലേ? ഞായറാഴ്ച ആയപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടാവില്ല, നമുക്കറിയില്ല. എന്താ പറഞ്ഞു നോക്കുക, ഇപ്പം എന്തെങ്കിലുമൊക്കെ വന്നിട്ടുള്ളത് നമ്മളെ മമ്മിട്ടാക്കാനോടാണ്. മമ്മിട്ടാക്കൊക്കെ പറഞ്ഞ കിട്ടിയത് ഇപ്പോൾ അത് കണ്ടത് റോട്ടിൽ നിന്ന് കണ്ട് കുട്ടികൾ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിലാക്കി അല്ലേ. അപ്പോൾ നമ്മൾ കൊണ്ടുപോക്കല്ലേ നോക്ക്. സർക്കാർ ആശുപത്രി അതായത് പോയി നോക്കാം. ആളൊക്കെ അവിടെ കാണുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ ഏതായാലും ഇവിടെ അറിയുന്ന ആളാണ്, കുഴപ്പമില്ല. സാറുണ്ട് അവിടെ? സാറുണ്ട്. നമ്മളെന്താ അറിയോ, ഇതിൻ്റെ മുന്നേ എനിക്ക് എൻ്റെ അടുത്തേക്ക് ഇതേപോലെ ഒരു കീരി സുഖമില്ലാത്ത എത്തിയിരുന്നു. നമ്മൾ വീഡിയോ ഉണ്ടെന്ന് അറിയില്ല. ഇന്നും അതേപോലെ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ വശത്തേക്ക് ഒരു കീരി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് വന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക, അതാണ്ട് പുറത്തുണ്ട്. സാറൊന്ന് കാണാം. ഹായ്, ഇജ്ജ് നമ്മളെ കൂടെ പോകുന്നതല്ലേ കീരിനെ കാണിക്കാൻ? ഓക്കെ, നമ്മളൊരു ജീവിയോടുള്ള സ്നേഹം അല്ലേ, അതന്നെ വലുത്. ജീവന് ഏതും ആട്ടെ. ഈ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, നമുക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. ആളുകളുണ്ടല്ലേ അതിനൊക്കെ ഇതാക്കുന്നത്. ഞാനിപ്പോൾ ഏതായാലും കൊണ്ടോട്ടി ഭാഗത്തേക്ക് തന്നെ പോകണം. അവിടെ കുളത്തൂരുണ്ട് നമ്മളെ ആള്, ബസീർക്കാരൻ്റെ ആള്. അവരെ വീട്ടിൽ കമ്പിക്കൂടുണ്ട്. ഫോറസ്റ്റ് ആൾക്കാർ വന്നിട്ട് പാമ്പിന് ഇതിനൊക്കെ കൊണ്ടുപോകണം. പോക്കാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പിടിച്ചാൽ നമ്മൾ അങ്ങനെ കമ്പിക്കൂട്ടിലിട്ടിട്ട് ഫോറസ്റ്റിന് ആൾ ടീം വരുമ്പോൾ കൈമാറും. ഇത് അപ്പം നമുക്കിത് ശരിക്ക് ഇങ്ങനത്തെ സംഘങ്ങൾ ഇതുകളെ ഇതിൽ ഇടപെടാനുള്ളതില്ല. ഇല്ല ഇല്ല, അത് ഇതുപോലെയാണ് കുറുനരി. കുറുനരി അതേപോലെ വന്യജീവി പെടുന്നതാണ് ഇത്. അവരാണ് ഇതിൻ്റെ ആളുകൾ. ഇത് നമ്മൾ ഇഞ്ചക്ഷൻ അടിക്കുക അങ്ങനെ എന്താ ചെയ്യണോ? അല്ല, ഇത് ഇഞ്ചക്ഷനെ ഫോറസ്റ്റുകാർ കൊണ്ടുപോവുകയാണെങ്കിൽ അവരെ ഡോക്ടർ ഉണ്ടാവും. അവർക്ക് അറിയാൻ മതിയോ ഈ സീസണിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോയെന്നല്ലേ. അങ്ങനെ ഒന്നാ വയ്യാതാവുമ്പോൾ ഈച്ചകൾ കൂടും. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു വളർത്തുന്ന കാരണം ഇതിന് വളർത്തിയ ഇറങ്ങുന്ന സാധനമല്ലേ, അതുകൊണ്ടാവും. തല ക്ഷീണിച്ചൊരു ഇതല്ലേ. നമുക്ക് എന്താണ് അതിന് ശരിക്കും നമ്മൾ ചികിത്സിക്കാൻ തന്നെ ഫോറസ്റ്റിൻ്റെ ഇല്ലാതെ പറ്റില്ല. അവർ വന്യജീവി ആയതുകൊണ്ടേ അത് കത്തനാവാൻ വളർത്തി അവസാനം അവർ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത്
നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇവിടുന്ന് കിട്ടിയത് ഇത് മെയിനായിട്ട് വനവകുപ്പ് മേഖല അതിൽ ബന്ധപ്പെട്ടതുകൊണ്ട് നമ്മളങ്ങനത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൈമാറാൻ പോകട്ടോ. നമ്മളെ കൊണ്ടോട്ടി ഭാഗത്ത് നമ്മളെ ആളുകളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ബസ്സെടുക്കാന്നൊക്കെ പറയും. അവർ ഫോറസ്റ്റായിട്ടൊക്കെ അടുത്ത് പാമ്പുകൾ, മലമ്പാമ്പ്, കീരി, പോക്കാനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ വീട്ടിൽ സംരക്ഷിച്ചിട്ട് ഫോറസ്റ്റ് അധികൃതർ വരുമ്പോൾ അവർക്ക് കൈമാറലാണ്. അതേപോലെ ഇതിനെ കൊണ്ടു കൊടുക്കാൻ പോവാണ്. ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു നോട്ടം നോക്കിയിട്ട് അതിന് വേണ്ടത് ചെയ്തിട്ട് നമ്മൾ തിരിച്ചേൽപ്പിച്ചിട്ട് നമ്മൾ നേരെ കൊണ്ടു കൊടുക്കുക ചെയ്യും. ഞങ്ങളങ്ങനെ കൊണ്ടോട്ടി കൊളത്തൂർ ഭാഗത്തുള്ള ബഷീർഖാൻ്റെ അടുത്തെത്തി. ബഷീർഖാൻ പുറത്തായത് കൊണ്ട് ബഷീർഖാൻ്റെ കയ്യിൽ കൊടുത്തിട്ടോ അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരിനി ഫോറസ്റ്റ് അവരുടെ ടീം അവരുടെ വീട്ടിൽ കുറച്ച് 1-2 സാധനങ്ങളുണ്ട് കേട്ടോ ഇതുപോലെ. അത് കൊണ്ടുപോകാൻ വരുന്ന സമയത്ത് അവർക്ക് കൈമാറും. അപ്പോൾ ഇവർക്ക് കയ്യിൽ വെക്കാനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ കൂടെയുള്ള ടീമിൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ടാണ് അവരുടെ അടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.